ഈശ്വശങ്കർ സിദ്ധാരിക്കട്ടെ. ആദ്യമേ തന്നെ ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ അമ്മ മാതാവിനും തിരുകുമാരനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിനെ പറ്റി അറിയുന്നത് 2018 എൻ്റെ പേര് ഫ്ലെമിംഗ്. ഞാൻ വരുന്നത് ചാലക്കുടിയിൽ നിന്നാണ്. ഞാനിപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്നു മംഗലാപുരത്ത്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അപ്പനാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ അറിയുന്നത് 2018 അന്ന് അമ്മ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതും അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് തൊട്ട് വീട്ടിൽ ഉടമ്പടി പ്രാർത്ഥനയും തിരി കത്തിച്ച് പ്രാർത്ഥിക്കലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കലും അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ മാതാവിനെ പറ്റി അറിയുന്നതും പ്രാർത്ഥിക്കുന്നതും. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം 2024 ഫെബ്രുവരി 3 അപ്പനൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും മാൾട്ടയിൽ വെച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അന്നേ ദിവസം അപ്പൻ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാവുകയും മരിക്കുമെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. ഡോക്ടേഴ്സിനാവുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തെന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ന്യൂസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. കൊടുക്കുന്ന മരുന്നുകളും ഒന്നും ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ഒരു മിറാക്കിൾ നടക്കണം എന്നാണ് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം രാത്രിയായപ്പോൾ നമ്മളെ വീഡിയോ കോളിൽ വിളിക്കുകയും രോഗിലേപനം കൊടുക്കുകയും അന്ത്യകുദാശ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, മാതാവേ അപ്പനെ തിരിച്ചു തരാണെങ്കിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്തോളാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആരോടും പറയുകയോ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്കങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ന്യൂസ് കിട്ടിയായിരുന്നു. അതായത് അപ്പം കോമന്ന് N2 ബോഡിയൊക്കെ മെഡിസിൻസിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് റിക്കവറീസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പിന്നീട് പെട്ടെന്ന് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും റിക്കവറായി നാട്ടിലെത്തുകയും പ്രോപ്പറായിട്ട് നടന്നു വന്നിട്ടാണ് അവിടുന്ന് വന്നത്. എൻ്റെ പേര് ഡിൻസി. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് 3 മാസത്തോളം അവിടെ ഹോസ്പിറ്റൽ അഡ്മിഷനായിരുന്നു. പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കണ്ണ് പോലും ഡെഡായി എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് കണ്ണൊക്കെ പെട്ടെന്ന് അനക്കി, കൈയും കാലും അനക്കി. ഉടനെ തന്നെ ആൾ സംസാരിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചു. വീഡിയോ കോളിൽ ഞങ്ങളായിട്ട് സംസാരിച്ചു. എൻ്റെ പേരും പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ മനസ്സിലായി. പിന്നെ ഇങ്ങോട്ടുള്ള ആളുടെ ഇതുകളൊക്കെ പെട്ടെന്ന് റിക്കവറി ആയിരുന്നു. അതിനുശേഷം നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു കൈക്കും ഒരു കാലിനും ചെറിയൊരു ഇതുണ്ടായിരുന്നു, നടക്കുന്നൊന്നുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ നാട്ടിൽ വരുന്നതിന് മുമ്പ് ആൾക്ക് നടക്കാൻ സാധിക്കണേ എന്ന്. ആൾ 2024 മെയ് 28 നാട്ടിൽ വന്നപ്പോഴേക്കും ആൾ നടന്നു തുടങ്ങിയായിരുന്നു. പരിശുദ്ധമ്മയുടെ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നീട് ആളിലുള്ള എല്ലാ റിക്കവറികളും പെട്ടെന്നായതും. നാട്ടിൽ വന്ന് ആർട്ടിഫിഷ്യൽ സ്കള്ളാണ് ആൾക്ക് വെച്ചേക്കുന്നത്. ആ സർജറിക്കുള്ള സമയത്തായാലും ഡോക്ടർ പറഞ്ഞത് ആൾക്ക് ഫുൾ ഇതായിട്ട് ആൾക്ക് കിട്ടത്തില്ല, ഓർമ്മയ്ക്കോ കണ്ണിന് കാഴ്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള സർജറികൾ നടത്തുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഓർമ്മക്കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. ആ സർജറി സ്കള്ള് വെച്ചു. 2024 ജൂലൈയിൽ ആൾക്ക് സ്കള്ള് വെച്ചു. കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ സർജറി സക്സസ് ആയി. എല്ലാ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾ ഫുൾ ഓക്കെ ആയിരുന്നു. അതിനുശേഷം ഒക്ടോബറിൽ ഡിസ്കിൻ്റെ സർജറികൾ ചെയ്തായിരുന്നു. ആദ്യം ഹീഗോൾ സർജറി ചെയ്തു. 2025 ഫെബ്രുവരിയിൽ വീണ്ടും ഓപ്പൺ സർജറി ചെയ്തായിരുന്നു. എല്ലാ സർജറികളും സക്സസ് ആവുകയും അതിനുശേഷം ആൾക്കുണ്ടായിരുന്ന പെയിനുകളെല്ലാം ആൾക്ക് എന്ത് പെയിൻ വരുമ്പോഴായാലും ഞാൻ നെറ്റത്ത് കുരിശ് വരച്ച് വിശുദ്ധ തൈലം പൂശി, ഇവിടുത്തെ കൊണ്ടുവന്ന് വന്ന മാതാവിൻ്റെ തൈലം പൂശി ആൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എപ്പോൾ നോക്കിയാലും ആൾ നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും ആളുടെ കയ്യിലൊരു കൊന്തയുണ്ടാവും, എപ്പോഴും കൊന്ത ചെല്ലും. അപ്പോൾ ഞാൻ ചില സമയത്ത് ആളോട് പറയും, എപ്പോഴും ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കും. ചില സമയത്ത് എനിക്ക് ആൾക്കാർ കാണുമ്പോൾ ഒരു വിഷമം തോന്നും, ആളിങ്ങനെ കൊന്ത ചെല്ലുന്നു. പക്ഷേ എപ്പോഴും ആളുടെ കയ്യിലൊരു കൊന്ത സ്ഥിരം ഉണ്ടാവും. എവിടെ പോകുമ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. ആൾ ഏത് നേരം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യും.
ഇപ്പോൾ ആൾ ഡ്രൈവൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും ഫാമിലിയോടുകൂടെ വരാൻ ചാൻസ് ഞങ്ങൾക്ക് സാധിക്കണമെന്ന്. ഞാനും എൻ്റെ 2 മക്കളും ഹസ്ബൻഡും കൂടിയാണ് ഇന്ന് ഇവിടെ കൃപാസനത്തിൽ വരാൻ സാധിച്ചത്. അതുകൂടാതെ ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ ആൾ ജയിപ്പും ബൈക്കും എല്ലാം വണ്ടി ഓടിക്കും, കാറും എല്ലാം ഓടിക്കും. ആൾക്ക് ഫുൾ ആരോഗ്യം തന്ന് ഞങ്ങളെ സഹായിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ വൈഫ് പറഞ്ഞിരുന്നു. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഞാൻ ഒരിക്കൽ പോലും ഇന്ത്യ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച ആളല്ല. എൻ്റെ ഈ തലയുടെ ഈ പകുതി എൻ്റെ അല്ല. അതുപോലെ തന്നെ ഈ ഡിസ്കിൻ്റെ ഇവിടെ 2 വലിയ സർജറികൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഏകദേശം മരണത്തോട് അടുത്ത് നിന്ന ആളാണ്. അതിനുശേഷം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയ ആളെന്ന നിലയിൽ വേണം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതിന് മാത്രം വേദനയിൽ കൂടെ ഞാൻ പോയേ. രോഗിലേപനെല്ലാം സ്വീകരിച്ചു. എല്ലാ കാര്യങ്ങളും ആ അവസ്ഥയിൽ നിന്ന് എന്നെ മാതാവിൻ്റെ മധ്യസ്ഥ കൊണ്ട് മാത്രമാണ് നിങ്ങളെനിക്ക് കാണാൻ പറ്റിയതും ഇവിടെ വരാനുള്ളതും. ഇനിയൊരു എത്ര മാതാവിന് നന്ദി പറഞ്ഞാലും തീരില്ല. ഞാൻ പ്രേക്ഷിതപ്പെടുത്താനായിട്ട് ഇവിടുത്തെ കിട്ടുന്ന ന്യൂസ് ലെറ്റേഴ്സ് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ എന്നാലാവിധം വിധം ഞാൻ എല്ലാവരും സഹായിക്കും. ഉള്ള പൈസ വെച്ചിട്ടായാലും കാണുന്നവർക്കായാലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിലും കുടുംബത്തോടു കൂടി വരാൻ പറ്റിയതിലും മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46:1. നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും രോഗത്തിലും നമ്മുടെ മെറിറ്റ് ഇല്ലാതെ ആവുമ്പോൾ നമ്മൾക്ക് അഭയവും ശക്തിയും നൽകുന്നത് നമ്മുടെ ദൈവമാണ്. ഈശോയുടെ സംരക്ഷണവും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയും മൂലമാണ് ഫ്ലെമിംഗ് ഷാജൻ എന്ന മകനും കുടുംബവും ഇന്ന് നമ്മുടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞത്. ഫ്ലെമിംഗ് ഷാജൻ എന്ന മകൻ നമ്മളോട് പറഞ്ഞത്, അച്ഛനൊരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അത് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. ഡോക്ടേഴ്സ് പ്രതീക്ഷ അധികം ഇല്ലാത്ത രീതിയിലാണ് ദേ ഗേവ് അപ്പ് ഹോപ്പ്. പക്ഷെങ്കിൽ ഈ മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അച്ഛനെ തിരിച്ചു തരണം, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഒത്തിരി ഒരു മാറ്റമാണ് ആ ആശുപത്രി ബെഡിൽ കിടന്ന ഈ അച്ഛന് വന്നത്. അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സൗഖ്യവുമാണ് ഇന്ന് ഈ കുടുംബത്തെ ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷിയാക്കി നിർത്തിയത്. ഈ മകൻ്റെ പ്രാർത്ഥനയാണ്, അച്ഛന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും കനിഞ്ഞ് നൽകിയത്. നമ്മുടെ വിശ്വാസത്തോടെ ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ അമ്മയോട് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് ഈശോയോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിത്തരുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. ടൈം ഷോർട്ടനിൻ്റെ അമ്മയാണ്. ഇത്രയും പെട്ടെന്ന് ഈ കുടുംബം ഇവിടെ വരുമെന്ന് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു ദാനമാണ് ഈ ജീവിതം, ഒരു പുതിയ ജീവിതം. കുടുംബത്തിൻ്റെ ഈ വലിയ ഉടമ്പടി സാക്ഷ്യമാണ്. എല്ലാവരും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിലെ ഈ വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ ഈശോയും അമ്മയും അവരുടെ കൂടെ നിന്ന ഒരു ദൈവാനുഭവമാണ് ഇവർ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ സഹോദരൻ പറഞ്ഞതുപോലെ പകുതി ആർട്ടിഫിഷ്യൽ സ്കളാണ്, 3 ബാക്ക് ബോൺ സർജറി കഴിഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും എത്രമാത്രം ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒക്കെ ഉണ്ടെങ്കിലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളാണ് ഇവരനുഭവിച്ചറിഞ്ഞത്. ഈശോയും അമ്മയും തൊട്ട് സുഖപ്പെടുത്തിയതാണ് ഇവരുടെ ഒരു ദൈവാനുഭവം. നമ്മുടെ ജീവിതത്തിലും രോഗത്തിലും സൗഖ്യത്തിലും സങ്കടത്തിലും ഏതെങ്കിലും സാഹചര്യങ്ങളാകട്ടെ, നമുക്ക് നമ്മുടെ വിശ്വാസം ഉറപ്പിച്ച് ഈശോയിലും അമ്മയിലും വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് നന്ദി പറയാം. ഈ കുടുംബത്തോട് ചേർന്ന്
ഈശോയും അമ്മയും കണിഞ്ഞു കൊടുത്ത ഈ രോഗസൗഖ്യത്തിന്, ഫ്ലെമിംഗ് ഷാജിന് കുടുംബത്തിന് നൽകിയ ഈ വലിയ രോഗസൗഖ്യത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.